നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അവസ്ഥ വളരെ മോശവും പരിതാപകരവും ഒക്കെ ആണെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നു കയറിയ ആദ്യ സീസണിൽ തന്നെ തങ്ങളുടെ പെർഫോമൻസ് മോശമാക്കാൻ ഇന്റർ കാശി എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഇന്റർ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർ കാശി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉത്തർപ്രദേശിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതായാലും ഇത്തവണ ഒരു യു പിയിൽ നിന്ന് തന്നെയുള്ള ഒരു താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. വളരെ പ്രതിസന്ധിയിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആദ്യമായിട്ടൊരു നാഷണൽ ടീമിൽ കളിച്ച പ്ലെയറെ സൈൻ ചെയ്യുന്ന ക്ലബ്ബ് ഇന്റർകാശിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർ സ്വന്തമാക്കിയത് യു പിയിൽ തന്നെ ജനിച്ചു വളർന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വലിയ പെർഫോമൻസുകൾ ഉണ്ടാക്കി ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒക്കെ ആയിട്ട് ലെഫ്റ്റ് വിംഗ് ബാക്കിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച നിഷു കുമാറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏതായാലും കാശി രണ്ടും കൽപ്പിച്ച് കളി തുടങ്ങുകയാണ് ഇത്തവണ.